വെനസ്വലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന US വിമാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ. വെനസ്വലയുടെ വ്യോമാതിർത്തിയിലും സമീപത്തും പറക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് FAA പ്രധാനപ്പെട്ട വിമാന കമ്പനികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെനസ്വലയ്ക്കെതിരെ സൈനിക നടപടികൾ അമേരിക്ക വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ സുരക്ഷാ സാഹചര്യം നിലവിൽ മോശമാണെന്നും വെനസ്വലയുടെ പരിസരത്ത് സൈനിക പ്രവർത്തനം വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും പറയുന്നു. വെനസ്വലൻ വ്യോമാതിർത്തിയിലൂടെ പറക്കുന്നതിന് മുമ്പ് US ഫ്ലൈറ്റ് ഓപ്പറേറ്റർമാർ FAAക്ക് 72 മണിക്കൂർ മുമ്പ് അറിയിപ്പ് നൽകണമെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് ഫ്ലൈറ്റ് റഡാർ 24 അറിയിച്ചു. US ലാറ്റിൻ അമേരിക്കൻ മയക്കുമരുന്ന് കടത്തുകാർക്കെതിരായ സൈനിക നടപടി എന്ന പേരിൽ മേഖലയിൽ വിമാനവാഹിനി കപ്പലും ആയിരക്കണക്കിന് സൈനികരെ വഹിക്കുന്ന യുദ്ധക്കപ്പലും F-35 സ്റ്റെൽത്ത് വിമാനങ്ങളും വിന്യസിച്ച സാഹചര്യത്തിലാണ് FAAയുടെ മുന്നറിയിപ്പ്. അതേസമയം വെനസ്വലയുടെ മുകളിലൂടെ പറക്കുന്നതിന് വിമാനങ്ങൾക്ക് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എങ്കിലും വിമാനങ്ങൾക്ക് മുന്നിൽ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് FAA പറഞ്ഞു. സെപ്റ്റംബർ മുതൽ വെനസ്വല നിരവധി തവണ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് സൈനിക റിസർവ് സേവനങ്ങളെ അണിനിരത്തുന്നുമുണ്ട്. എന്നാൽ US വിമാനങ്ങളെ ലക്ഷ്യമിടാൻ വെനസ്വല ശ്രമിക്കുന്നില്ലെന്നും അത്തരത്തിലുള്ള ആശങ്കകൾ വേണ്ടെന്നുമാണ് FAA വിശദീകരിക്കുന്നത്. 2019 മുതൽ US വിമാനങ്ങൾ വെനസ്വലയിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചിരുന്നു. എങ്കിലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി US വിമാന കമ്പനികൾ വെനസ്വലയുടെ വ്യോമാതിർത്തി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. FAAയുടെ മുന്നറിയിപ്പിനോട് ഡെൽറ്റ എയർലൈൻസും യുണൈറ്റഡ് എയർലൈൻസും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഒക്ടോബർ മുതൽ തന്നെ വെനസ്വലയ്ക്ക് മുകളിലൂടെ പറക്കാറില്ലെന്ന് അമേരിക്കൻ എയർലൈൻസ് പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ US സൈനികമായ ശ്രമങ്ങൾ നടത്തിയേക്കാമെന്ന മുന്നറിയിപ്പുമായി വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും രംഗത്തെത്തി. ഇതിനിടയിൽ റഷ്യയും വെനസ്വലയും തങ്ങളുടെ ദീർഘകാല ഊർജ്ജ സഹകരണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും വെനസ്വലൻ പാർലമെന്റ് പൊതുമേഖലാ കമ്പനിയായ PDVSAയും റഷ്യൻ എണ്ണ ഭീമനായ റൊസാരോ ബെഷ്നെഫും തമ്മിലുള്ള സംയുക്ത സംരംഭങ്ങളുടെ കാലാവധി 15 വർഷത്തേക്ക് നീട്ടാൻ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഈ നീക്കം പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്ക് എതിരെ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള ശക്തമായ താക്കീതാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വെനസ്വലയുടെ ദേശീയ അസംബ്ലിയുടെ വെബ്സൈറ്റിലെ പ്രസ്താവന പ്രകാരം ഈ സംയുക്ത സംരംഭങ്ങളുടെ കാലാവധി 2041 വരെയാണ് നീട്ടിയിരിക്കുന്നത്. പടിഞ്ഞാറൻ വെനസ്വലയിലെ എണ്ണപ്പാടങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഈ സംരംഭങ്ങൾ ഈ കാലയളവിനുള്ളിൽ ഏകദേശം 91 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുമെന്നും ഏകദേശം $616 മില്യൺ നിക്ഷേപം നേടുമെന്നുമാണ് നിയമനിർമ്മാതാക്കൾ കണക്കാക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഒപ്പുവെച്ച വിശാലമായ തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയെ തുടർന്നാണ് ഈ സുപ്രധാന നീക്കവും നടത്തിയത്. വെനസ്വലയ്ക്ക് മേലുള്ള അമേരിക്കയുടെ സമ്മർദ്ദം സമീപ മാസങ്ങളിൽ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ എണ്ണ സഹകരണം വിപുലീകരിക്കുന്നത്. ഊർജ്ജ സഹകരണത്തെ ശക്തിപ്പെടുത്തുന്ന ഈ നീക്കം അമേരിക്ക കരീബിയനിലേക്ക് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതിനും മയക്കുമരുന്ന് കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിക്കുന്ന ചെറിയ ബോട്ടുകൾക്കെതിരെ വിവാദപരമായ ആക്രമണങ്ങൾ നടത്തിയതിനും തൊട്ട് പിന്നാലെയാണ് വന്നത്. മഡൂറോ ഭരണകൂടം നിയമവിരുദ്ധവും കാർട്ടലുമായി ബന്ധമുള്ളതാണെന്ന വൈറ്റ് ഹൌസിന്റെ വാദം വെനസ്വലയിൽ ഒരു നേരിട്ടുള്ള സൈനിക നടപടി ആസന്നമായിരിക്കുമെന്ന വാർത്തകൾക്ക് ആക്കം ഇപ്പോൾ കൂട്ടുകയാണ്. എന്നാൽ മഡൂറോ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയും വെനസ്വലയുടെ പ്രകൃതി വിഭവങ്ങളുടെ നിയന്ത്രണം നേടുക എന്നതാണ് അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. മഡൂറോയുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നവർക്കുള്ള പാരിതോഷികം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ US $50 മില്യൺ ഉയർത്തിയിരുന്നു. മയക്കുമരുന്ന് കടത്ത്, ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയ കുറ്റങ്ങളാണ് മഡൂറോയ്ക്ക് മേൽ US ചുമത്തിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്തുകാരിൽ ഒരാളാണ് മഡൂറോ എന്നാണ് US ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ വെനസ്വല തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.